KSEBയുടെ സേവനങ്ങൾ ഒന്നുകൂടി മെച്ചപ്പെടാനുള്ള മികച്ച 2 ഭേദഗതികൾ റെഗുലേറ്ററി കമ്മീഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ പുതിയൊരു കണക്ഷൻ എടുക്കുമ്പോഴോ അല്ല നിലവിലുള്ള കണക്ഷൻ്റെ ലോഡ് കൂട്ടുമ്പോഴൊക്കെ ലൈന് വലിക്കണമെങ്കിലോ ട്രാൻസ്ഫോമറിൻ്റെ കപ്പാസിറ്റി കൂട്ടണമെങ്കിലോ മുഴുവൻ ചാർജ് ഉപഭോക്താവ് അടക്കേണ്ടി വരുന്നു. അങ്ങനെ ചെറുകിട സംരംഭകർക്കും ഇടത്തരക്കാർക്കൊക്കെ വമ്പിച്ച ചാർജ് അല്ലെങ്കിൽ സാമ്പത്തിക ബാധ്യത വരുന്നു. അത് കാരണം പലരും സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ മടിക്കുന്നു. ഇതിന് ഭേദഗതിയായിട്ട് കിലോ വാട്ട് നിരക്കിലുള്ള കണക്ഷൻ ചാർജ്, അതായത് നമ്മുടെ കണക്ഷന് വേണ്ടി 200 മീറ്റർ വരെ ലൈന് വലിക്കാലും ട്രാൻസ്ഫോമറിൻ്റെ കപ്പാസിറ്റി കൂട്ടലും പുതിയ ട്രാൻസ്ഫോമറിൻ്റെ സ്ഥാപിക്കലും ഇതെല്ലാം KSEB ചെയ്യും. കിലോ വാട്ട് എത്ര കിലോ വാട്ടിന് ഒരു നിരക്ക് റെഗുലേറ്ററി കമ്മീഷൻ നിശ്ചയിക്കും. ആ തുക മാത്രം നമ്മൾ അടച്ചാൽ മതി. അതിപ്പോൾ നടപ്പാക്കിയിട്ടില്ല, നടപ്പാക്കാൻ പോകുന്ന ഒരു ഭേദഗതിയാണ്. അത് വരുന്നതോടുകൂടി ഇവിടെ ഇപ്പം വരുന്നൊരു ഭാരിച്ച ചെലവ്, സംരംഭകർക്ക് വരുന്ന ഭാരിച്ച ചെലവ് അല്ലെങ്കിൽ സിംഗിൾ ഫേസ് 3 ഫേസ് ആക്കാൻ വേണ്ടി പലരും ഇപ്പം വാഹനങ്ങളൊക്കെ മേടിച്ച് വിഷമിച്ചിട്ടുണ്ട്. വീടിന് മുമ്പിലോട്ട് ലൈന് 3 ഫേസ് ഇല്ല, അതുകൊണ്ട് അത് മൊത്തം 3 ഫേസ് ആക്കേണ്ട ചിലവ് ഞങ്ങൾ വഹിക്കേണ്ട അവസ്ഥ വരുന്നുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് നല്ലൊരു മെച്ചം ഉണ്ടാകുന്ന രീതിയിലേക്ക് നിയമം മാറുന്നുണ്ട്. മറ്റൊന്ന്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുതിയ കണക്ഷൻ്റെ കാര്യമായാലും സർവീസുകൾ, താരിഫ് മാറ്റം, ലോഡ് മാറ്റം അല്ലെങ്കിൽ ഓണർഷിപ്പ് മാറ്റം, ഇങ്ങനെയുള്ള ഏത് സർവീസിൻ്റെ കാര്യമായാലും ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ KSEB ചെയ്ത് തീർക്കണമെന്നുണ്ട്. അത് ചെയ്ത് തീർത്തിട്ടില്ലെങ്കിൽ ഉപഭോക്താവിന് നഷ്ടപരിഹാരം കൊടുക്കണമെന്ന നിയമം നിലവിലുണ്ട്, 2015 മുതലുണ്ട്. പക്ഷേ അത് ഉപഭോക്താവ് അങ്ങോട്ട് പോയി അപേക്ഷ കൊടുത്താൽ മാത്രമേ നഷ്ടപരിഹാരം കൊടുക്കുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ മാറ്റി ഓട്ടോമാറ്റിക്കായിട്ട് ഇത്ര ദിവസത്തിനുള്ളിൽ സേവനം നടന്നില്ല, ഓട്ടോമാറ്റിക്കായിട്ട് ഉപഭോക്താവിൻ്റെ ബില്ലിലേക്ക് ആ നഷ്ടപരിഹാരം വകയിരുത്തുന്ന രീതിയിലേക്ക് നിയമം മാറിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അത് അതിന് കാരണമായ ഉദ്യോഗസ്ഥരിൽ നിന്നായിരിക്കും ആ നഷ്ടപരിഹാരം ഈടാക്കുക. ഇങ്ങനെയുള്ള ഭേദഗതികളെ KSEB ഉദ്യോഗസ്ഥരും ജീവനക്കാരൊക്കെ 2 കൈ നീട്ടി സ്വീകരിക്കുകയാണ്. കാരണം KSEB നമ്മളിപ്പം തന്നെ മികച്ച സേവനം കൊടുക്കുന്നുണ്ട്, അതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിലുള്ള സേവനങ്ങൾ കൊടുക്കാനും ഏതെങ്കിലും ഭാഗത്ത് ഒരു വീഴ്ചയുണ്ടെങ്കിൽ ആ വീഴ്ച പരിഹരിച്ചു പോകാനും ഇത് ഗുണകരമാകും എന്നാണ് കരുതുന്നത്. അതുകൊണ്ട്